ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കറിന് എതിരായി നമ്മുടെ അർച്ചന വെല്ലുവിളിക്കുന്നുണ്ട്. വിജയ് ശങ്കർ ആകെ ഒരു നെറ്റിത്തെറിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അർച്ചന ആ കേസ് ഏറ്റെടുത്തതോടുകൂടി അതിനി എങ്ങനെ ആയിത്തീരുമെന്നും താൻ ജയിക്കുമോ തോക്കുമോ എന്നുള്ള ആ ഒരു പേടിയിൽ തന്നെയാണ് വിജയ് ശങ്കറും. പക്ഷേ ഒട്ടും അതിൽ നിന്ന് പിറകോട്ടിക്കില്ല എന്നുള്ള രീതിയിൽ അർച്ചന മുൻകൈയെടുത്ത് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അർച്ചന നമ്മുടെ ഗീതുവിനെ ചെന്ന് കണ്ട് ആ വീഡിയോ ആളുകളിലേക്ക് എത്തിയ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. അത് കണ്ട് ആകെ നെട്ടിത്തെറിച്ച് കരയുന്നുണ്ട്. അയ്യോ, ഞാൻ ഇനി എന്തിനാ ചേച്ചി ഞാൻ ജീവിക്കുന്നത്? ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഭർത്താവിനോ ആർക്കും എന്നെ വേണ്ടാതായി. ഞാൻ ഇതിനും ഭേദം മരിച്ചു പോകുന്നതായിരുന്നു. ചേച്ചി എന്തിനാ എന്നെ രക്ഷിച്ചത് എന്നൊക്കെ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറയുന്നുണ്ട്, മോൾ, ഇതൊന്നും നിൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ലല്ലോ. ഇങ്ങനെയുള്ള ആഭാസന്മാർ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ബലത്തിൽ അവർ പല രീതിയിൽ രക്ഷപ്പെട്ടു പോകുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. നിൻ്റെ കാര്യം ഞാൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. നിനക്ക് നീതി നടപ്പിലാക്കാൻ ഞാൻ സമീപിക്കും കോടതിയെ. നിനക്ക് വേണ്ടി ഞാൻ വാദിക്കും കോടതിയിൽ എന്നൊക്കെ വാക്കു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് നീ ആവട്ടെ തുടക്കം, അത് എന്നിലൂടെ ആവട്ടെ തുടക്കം എന്നൊക്കെ ഗീതുവിന് വാക്ക് കൊടുക്കുന്നുണ്ട് അർച്ചന. പിന്നീട് രാജീവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എല്ലാവരും കണ്ടതും എല്ലാം വൈറലായതോടുകൂടി അവരും ആ വീഡിയോ എല്ലാവരും കണ്ട് രസിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഗീതുവിനോട് ഒരുപാട് കയർത്തും ധിക്കരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിലൊക്കെ നിസ്സഹായതയോടുകൂടി നിൽക്കാനല്ലാതെ ഗീതുവിനൊന്നിനും സാധിക്കുന്നില്ല. അങ്ങനെ ആരും ഏറ്റെടുക്കാനില്ലാത്ത ഗീതയെ നമ്മുടെ അർച്ചന തന്നെ ഏറ്റെടുക്കുകയാണ്, സ്വന്തം അനിയത്തി കുട്ടിയായിട്ട്. അല്ലെങ്കിൽ ഒരു മകളുടെ സ്ഥാനത്ത് അവളെ പൂർണ്ണ അധികാരത്തോടു കൂടി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അർച്ചന മുൻകൈ എടുക്കുന്നുണ്ട്. ഈ വിവരമെല്ലാം അറിഞ്ഞ് വിജയ് ശങ്കറിന് ആകെ ഒരു നെട്ടൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവളിത് എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കാനും അത് അവളെ കൂടെ കൂട്ടി താമസിപ്പിക്കാനും ഇവൾക്ക് വേറൊരു പണിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ വിജയ് ശങ്കർ പറയുന്നുണ്ട്. ഇതൊക്കെ ചന്ദ്രലേഖയുടെ അടുത്തേക്കും എത്തുന്നുണ്ട്. ചന്ദ്രലേഖ പറഞ്ഞു, അവൾക്ക് അങ്ങനെ വേണം വിജയേട്ട. അവളെ നാണം കെട്ട് തോറ്റ് തുന്നമാടാൻ പോവുക. വിജയേട്ടനെയല്ലേ അവൾ ധിക്കരിച്ച് കോടതിയിൽ ഹാജരാവാൻ പോകുന്നത്. അവളൊന്നും ജയിക്കാൻ പോകുന്നില്ല. നമ്മൾ തന്നെ ഈ കേസിൽ ജയിക്കണം. അവൾ തോറ്റ് തുന്നം പാടണം. അവൾ ഈ നാട് വിട്ട് ഓടണം എന്നൊക്കെയുള്ള രീതിയിൽ ചന്ദ്രലേഖയും പറയുന്നുണ്ട്. ആ സമയത്ത് വിജയ് ശങ്കറും പറയുന്നുണ്ട്, അതെ, അപ്പോൾ അവളെ കൊണ്ട് കൂടെ പോയി താമസിപ്പിച്ചിരിക്കുക. അവൾ എന്തായാലും ഇങ്ങനെയുള്ള ആളെ കൂടെ താമസിപ്പിച്ചതിന് അവൾ ഈ നാട് വിടേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അർച്ചന രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഗീതുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഗീതു മുഖം മറച്ചിട്ടൊക്കെയാണ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഓട്ടോറിക്ഷയിലും വീട്ടിലേക്ക് എത്തുമ്പോഴൊക്കെ മുഖം മറയ്ക്കുന്നുണ്ട് ഷാള് കൊണ്ട്. ആ സമയത്ത് അർച്ചന പറഞ്ഞു, നീ എന്തിനു മുഖം മറയ്ക്കണം? മുഖം മറയ്ക്കേണ്ട ആൾക്കാർ വേറെയുണ്ട്. നീ തല ഉയർത്തി നിൽക്കണം, തല ഉയർത്തി നടക്കണം. ഈ അർച്ചന കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അങ്ങനെ നടത്തിക്കും, ഈ സമൂഹത്തിൽ നിന്നെ ഒരു മാതൃകയാക്കും എന്നൊക്കെയുള്ള രീതിയിൽ വാക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് ഒരുപാട് പ്രചോദനമായി അവൾ ആ ഷാൾ എടുത്ത് മാറ്റുന്നുണ്ട്. ഈ സമയത്ത് അർച്ചനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ട് മഞ്ജു ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്താ ചേച്ചി ഇവരെവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇവൾ ഇനി ഇവിടെയാണ്. ഇവൾ എൻ്റെ ഒരു അനിയത്തി കുട്ടിയായിട്ട്, അല്ലെങ്കിൽ എൻ്റെ മകളെ പോലെ ഞാൻ വളർത്തും, എൻ്റെ കൂടെ ഇവൾ ഉണ്ടാകും എന്നും എപ്പോഴും എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇനി നീ അവളെ ഓരോന്ന് പറഞ്ഞ് കുത്താനും ഓരോന്ന് ചോദിച്ച് അവളെ സങ്കടപ്പെടുത്താനും മുറിവേൽപ്പിക്കാനും നിൽക്കരുത്. അതെങ്ങനെ ഞാൻ അറിഞ്ഞാൽ മഞ്ജു പിന്നെ എൻ്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെയുള്ള രീതിയിൽ മഞ്ജുവിനെ വിരട്ടുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചിന്നു ആണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തി എൻ്റെ അമ്മ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പൂർവ്വ സന്തോഷത്തോടു കൂടി തന്നെ ഗീതുവിനെ വീട്ടിനകത്തേക്ക് കയറ്റുന്നുണ്ട്. അതിന് അനിയന്മാരോടായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അർച്ചന, മക്കളെ, നിങ്ങളെങ്ങനെയാണ് എനിക്ക് അതുപോലെ തന്നെയാണ് ഇനി ഗീതുവും. അവൾക്ക് ഇനി നമ്മളേ ഉള്ളൂ. അവളെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം, അവളെ സംരക്ഷിക്കണം. അവളിനെ ഇത്ര സ്ഥിതിയിലേക്ക് എത്തിച്ച അവരെ നമ്മൾ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അവൾക്ക് താങ്ങും തണലും ആവണം നമ്മൾ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ഇതെല്ലാം മാറി നിന്ന് ഗീതു കേട്ട് ഒരുപാട് കരച്ചിലോടുകൂടി നമ്മുടെ അർച്ചനയെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്, ചേച്ചി എന്ന് പറഞ്ഞിട്ട്.